what is the edge of a cube whose volume is equal to the sum of the volumes of the cubes of edge 6 centimeter, 8 centimeter and 10 centimeter. അവിടെ പറയുന്ന 3 ക്യൂബ് ഉണ്ട്. 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും അതുപോലെ 10 സെന്റിമീറ്ററും സൈഡുള്ള 3 ക്യൂബാണ് അവിടെ ഉള്ളത്. ഈ 3 ക്യൂബിൻ്റെയും കൂടി വോളിയം ഒരുമിച്ച് ചേർത്ത് ഫോം ആവുന്ന ക്യൂബിന്റെ എഡ്ജ് സൈഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു 3 ക്യൂബിനെ മെൽറ്റ് ചെയ്തൊരു പുതിയ വലിയ ക്യൂബ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ സൈഡ് ഈ തന്നിരിക്കുന്ന വാല്യൂ ഉള്ള ക്യൂബ്സിന്റെ വോളിയൂംസ് നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ക്യൂബിന്റെ വോളിയം എന്താണ്, എ ക്യൂബാണ്. ആൻഡ് സൈഡിനെയാണ് നമ്മൾ എന്ന് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6ന്റെ ക്യൂബ് 216ഉം 8ന്റെ ക്യൂബ് 512ഉം അതുപോലെ 100ന്റെ ക്യൂബ് 1000 എന്നും വരും. സോ ഈ ഒരു 3 ക്യൂബും കൂടി മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പുതിയ ക്യൂബ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരും? 1000, 500 plus 200 700, 10 plus 10 20 and 6 plus 2 8. സോ നമുക്ക് അവിടെ 28 എന്ന് വരും. 1728 ആണ് നമ്മുടെ പുതിയ വലിയ ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ വലിയ ക്യൂബിന്റെ വോളിയം അതാണെങ്കിൽ ആ ക്യൂബിന്റെ സൈഡ് എന്തായിരിക്കും? 1728 എന്ന് പറയുന്നത് ഒരു എ ക്യൂബ് ആണ്, എന്ന് പറഞ്ഞാൽ ക്യൂബിന്റെ വോളിയം ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും? 12 ആയിരിക്കും. 12ന്റെ ക്യൂബാണ് 1728 എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ സൈഡ് ഓഫ് ദാറ്റ് ലാർജർ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ് ലാർജർ ക്യൂബ് എന്ന് പറയുന്നത്. നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ, ജസ്റ്റ് ഒരു കമ്പാരിസൺ നമുക്ക് ആൻസർ ചെയ്യട്ടെ.